പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് സ്വാഗതം. അർത്ഥഗ്രഹാദിബന്ധം മുക്തിക്ക് തടസ്സം എന്നതാണ് ഇന്നത്തെ വിഷയം. ശ്രീ മൂകാംബിക ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പരമാത്മാവാകുന്ന ശ്രീകൃഷ്ണനും ജീവാത്മാവാകുന്ന അർജുനനും മാനവരെ പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യവേഷം ധരിച്ച് ഭൂലോകത്ത് വന്നു. പ്രകൃതി നിയമം ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. യാത്രമധ്യേ അവർക്ക് ദാഹമുണ്ടായി. വലിയൊരു വീട് കാണുകയും അവിടെ കയറി വെള്ളം കുടിച്ചു പോകാം എന്ന് അർജുനൻ പറയുകയും രണ്ടുപേരും പടി കയറി മുറ്റത്ത് എത്തിയപ്പോൾ ഉമ്മറത്ത് ചാരു കസേരയിൽ 70 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന വീട്ടുടമ കാൽ കയറ്റി വെച്ച് ഇരിക്കുന്നത് കണ്ടു. കുട്ടികളെ കണ്ടതും അയാൾ എന്താ എന്ന് ചോദിച്ചു. ഞങ്ങൾ യാത്ര പോകുന്നവരാണ്, നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം വേണമായിരുന്നു. ഇത് എന്താ, സത്രമോ? വീട്ടുജോലിക്കാരനെ ബാലൻ വിളിച്ചു. ബാല, നായിനെ അഴിച്ചു വിട്ടിട്ടില്ലെങ്കിൽ അഴിച്ചു വിടൂ എന്ന് പറഞ്ഞതോടെ അവർ തിരിച്ചുപോയി. പടിയിറങ്ങുമ്പോൾ കൃഷ്ണൻ ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇയാൾക്ക് കുറച്ചും കൂടി സമ്പത്ത് ഉണ്ടാവട്ടെ എന്ന്. അർജുനൻ കേട്ടത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഒരു പുൽക്കുടീരം കാണുകയുണ്ടായി. ഇവിടെ ചെന്ന് വെള്ളം കുടിച്ചു പോകാമെന്ന് അർജുനൻ പറഞ്ഞു. രണ്ടുപേരും സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി. വീട്ടിലെ ഒരു വൃദ്ധ മാതാ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളുടെ വരവ് കണ്ടതും അവർ എന്താ മക്കളെ എന്ന് ചോദിച്ചു. ദാഹമുണ്ട്, കുറച്ച് വെള്ളം വേണം എന്ന് അർജുനൻ പറഞ്ഞു. ബുക്ക് മടക്കി വെച്ചിട്ട് അമ്മ അടുക്കളയിൽ ചെന്ന് മൊന്തയെടുത്ത് കുറച്ച് വെള്ളം കൊണ്ടുപോയി പശുവിൻ്റെ അകിട് കഴുകി പാൽ കറന്നു ചൂടോടെ കൊണ്ടു കൊടുത്തു. വായ കഴുകാൻ വെള്ളവും കൊടുത്തു. പാൽ കുടിച്ചു വായ കഴുകി യാത്ര പറഞ്ഞു പോകുമ്പോൾ പടിയിൽ കയറി നിന്ന് കൃഷ്ണൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഈ പശുവും കുട്ടിയും ചത്തുപോകട്ടെ എന്ന്. അത് അർജുനന് ഇഷ്ടമായില്ല. എൻ്റെ കൃഷ്ണ, കൊടുത്ത കൈക്ക് കൊത്തുമെന്ന് കേട്ടിട്ടുണ്ട്. പാൽ കുടിച്ച് മണം മാറുമൊന്നേ ശപിക്കുന്നത് ആദ്യമായാണ് കേൾക്കുന്നത്. ദാഹജലം കൊടുക്കാത്തവന് സമ്പത്ത് ഉണ്ടാവാൻ അനുഗ്രഹിക്കുകയും വിശപ്പ് തീർത്ത് തന്നവരെ ശപിക്കുന്നതും നന്ദികേടാണെന്ന് അർജുനൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ പരമാത്മാവാകുന്ന ഞാൻ പറയുന്ന വാണിയുടെ അർത്ഥം ഗ്രഹിക്കാൻ ജീവാത്മാവാകുന്ന നിനക്ക് കഴിയുകയില്ല. കേട്ടോളൂ. ഇവിടെ കാണുന്ന സമ്പത്തിൻ്റെ എല്ലാം ഉടമ ഞാനാണ് എന്ന് അജ്ഞാനികൾ കരുതുന്നു. അതിൻ്റെ അഹങ്കാരത്താൽ ദാനധർമാദി കർമ്മങ്ങൾ മറക്കുന്നു. അഥവാ ചെയ്യുന്നുവെങ്കിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാവും.
സ്വപ്നം കാണുന്ന ഒരുവൻ കാണുന്ന നേരം അതിൻ്റെ എല്ലാ ഉടമയും ഞാനാണെന്ന് കരുതുകയും ഉണർന്നപ്പോൾ അത് ഒന്നുമില്ലാതാവുകയും കാണും പോലെ ജാഗ്രത അവസ്ഥയിൽ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ് ഈ കാണുന്നതൊക്കെ. ഇവർ ജനിക്കും മുമ്പേ ഈ കാണുന്നവയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ മരണശേഷവും ഇവയെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. മധ്യേ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണിത്. സ്ഥാനമാനാദികളിൽ മതിമറക്കാതിരിക്കലാണ് ഉചിതം. അയാൾക്ക് കുറച്ചും കൂടി സമ്പത്ത് ഉണ്ടാവുമ്പോൾ അഹങ്കാരം വർദ്ധിക്കും. തൽഫലനായി വലിയ നരകത്തെ അയാൾ പ്രാപിക്കും. മുക്തിമാർഗം മാത്രം ധ്യാനിച്ചിരിക്കുന്ന അമ്മയ്ക്ക് പശു വിളിക്കുമ്പോൾ പുല്ലിനും വെള്ളത്തിനുമായി പോകേണ്ടി വരും. അത് മാർഗതടസ്സം ഉണ്ടാക്കുന്നു. ആ തടസ്സം നീക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. ഇന്നത്തെ ഈ തുറന്ന സ്ഥലത്ത് ആടി ഇലയുന്ന ദീപത്തെ കണ്ണാടിക്കൂട്ടിൽ ആക്കിക്കൊടുത്തു. മുക്തി മാർഗത്തിന് സമ്പത്തും കുടുംബ കെട്ടുപാടുകളും തടസ്സമാണെന്ന് ഓർക്കുക. ഹരി ഓം.